ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിനെ ഈ വെള്ളിയും ശനിയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, മോഹൻലാൽ തന്നെയാണ്. അതെ, രാവണപ്രഭുവിൻ്റെ റിലീസായി വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അത്രത്തോളം പ്രകമ്പനമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്ക് ആദ്യ ദിനം ട്രാക്കിങ്ങിലൂടെ മാത്രം 60 ലക്ഷം രൂപയോളമാണ് വന്നത്. അതായത് കേരളത്തിൽ നിന്ന് 70 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ഈ ഒരു റിലീസ് ചിത്രത്തിന് നേടാൻ കഴിഞ്ഞത്. രണ്ടാം ദിനമായ ശനിയാഴ്ചയും തകൃതിയായിട്ട് തന്നെയാണ് ബുക്കിങ്ങും കാര്യങ്ങളും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുൾ ഹൗസ്ഫുൾ ബോർഡുകൾ തന്നെ കാണാം. കൂടുതൽ ഷോകൾ ആഡ് ചെയ്യപ്പെടുന്നു. അതെ, ഇത് മോഹൻലാലിൻ്റെ താണ്ഡവം തന്നെയാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്നത്. രണ്ടാം ദിനമായ ഇന്നും ഏകദേശം 26,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള കണക്കുകളാണ് ട്രാക്കീസ് പുറത്തുവിടുന്നത്. ഇതിനോടകം തന്നെ 42 ലക്ഷം രൂപയും കടന്നിരിക്കുന്നു. അതായത് ട്രാക്കിങ്ങിലൂടെ മാത്രമായി 1 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫാൻ ഷോസ് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. ഒരു സിനിമയുടെ റിലീസ് അല്ല ഇവിടെ ആഘോഷിക്കുന്നത്, ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ തന്നെയാണ് നടത്തുന്നത്. മോഹൻലാൽ ഫാൻസിൻ്റെ ഗെറ്റ് ടുഗദർ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളത്. അവർ വരുന്നു, തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കുന്നു, അവർ ആഘോഷിക്കുന്നു, ആടി തിമിർക്കുന്നു. അങ്ങനെ എൻജോയ് ചെയ്ത് അവർ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം അവർ കൊണ്ടുപോകുന്നു. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. സിനിമകൾക്ക് ഏതും വേണമെങ്കിൽ റിലീസായി വരാം, ആർക്ക് വേണമെങ്കിലും റിലീസ് ചിത്രങ്ങളുമായി വരാം. പക്ഷേ ഇങ്ങനെ ആർമാദിക്കണമെങ്കിൽ അത് ഒരു രസകരമായ കാര്യമാണ്. അതിലെടുത്ത് പറയാനുള്ളത് അത് മോഹൻലാൽ ഫാൻസ് അത് അങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അത്ര മികച്ച രീതിയിലുള്ള ഈ ഒരു തോന്നൽ നമുക്ക് വരില്ല. കാരണം സാധാരണ സിനിമയായിട്ട് തന്നെ കാണുമ്പോൾ, പക്ഷേ ഇവിടെ സിനിമയ്ക്കൊക്കെ മുകളിൽ ഒരു ആളുകളുടെ ഒത്തുചേരലും അവരുടെ ആഘോഷങ്ങളും നൃത്തച്ചുവടുകളും അതെല്ലാം കൂടെ കാണുമ്പോൾ അതൊരു മനോഹര കാഴ്ചയായി മാറുകയാണ്. ഏത് തിയേറ്ററിലെടുത്ത് നോക്കിയാലും അവിടെയെല്ലാം അതിമനോഹരമായിട്ടുള്ള ആളുകളുടെ ആ ഒരു രസകരമായ കൂടിക്കാഴ്ച നമുക്ക് കാണാം. സിനിമ ഇന്ന് റെക്കോർഡിട്ട് മുന്നോട്ട് പോവുകയാണ്. 2 ദിനങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,20 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയാണ്. ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലുമൊക്കെ അടിപൊളിയായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. ഉള്ള തിയേറ്ററുകളിലെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ കളക്ട് ചെയ്യുകയും ആളുകൾ കൂടുതൽ കയറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ മാനിച്ച് കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്നു. കോട്ടയം പോലെയുള്ള മേഖലകളിൽ രാത്രി 12 മണിക്ക് ഷോകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുമാത്രമല്ല, കോഴിക്കോടും കൊച്ചിയിലുമെല്ലാം സിനിമയ്ക്ക് അതിഗംഭീര ഫാൻ ഷോസ് നടക്കുന്നു. നിറഞ്ഞു കവിയുന്നു വമ്പൻ തിയേറ്ററുകൾ. എന്താണെങ്കിലും മോഹൻലാലിൻ്റെ രാവണപ്രഭു ഇവിടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ചയും അഡ്വാൻസ് ബുക്കിംഗ് 25 ലക്ഷത്തോളം കടന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്യണം ഗ്രേറ്റ് മീഡിയാസ്.